കൊള്ളാമോ പിള്ളേരെ നമ്മുടെ ചെടിച്ചട്ടികളെന്നൊക്കെ ചോര് നമ്മളെ പിള്ളേരെ കൊള്ളാമോ നമ്മളെ പൊടിച്ചേറ്റിയ കൊള്ളാമോ പിള്ളേരെ എന്റെ ചെടിച്ചട്ടി എന്ന് പറയാനേ ഞാൻ പറഞ്ഞോളൂ. മനസ്സാ വാചാ കർമ്മണ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏറ്റെടുത്തോണം. എന്റെ പൂച്ചാട്ടികള് കൊള്ളാമോളെ പിള്ളേരെ എന്റെ അങ്ങോട്ട് ചോര്. അപ്പൊ എന്റെ പിള്ളേരെ എന്റെ പൂച്ചാട്ടിയെ കൊള്ളാമോ? എന്തരീന് ചേർക്കാ എന്തരീന് വളമിട്ട് ഇളക്കി വെക്കണം. നമുക്ക് ചുമ്മാ ഇതിന്റെ മണ്ണത്തി ഇളക്കി വെക്കാറുണ്ട്. ഇതായിരുന്നു എനിക്ക് ഇപ്പൊ വേറെ എന്നാലും ആ പെണ്ണാണ് ചെയ്തത്. ഇതല്ല ഞാൻ ചെയ്യണം, ഞാനും കൂടെ ചെയ്യണ്ടേ. ആ പെണ്ണെ വെട്ടണ കളയ്ക്കണ് മണ്ണോട്ട് ഇരുന്ന് ഭയങ്കര വിലയാണ്. വെട്ടാൻ വയ്യ നമ്മോട്ട് പഠിക്കാവോ? നമ്മോട്ട് പിടിക്കാനോ കഴിഞ്ഞില്ലേ? ഇനി നമ്മോട്ട് പിടിക്ക നന്നായിരിക്കും. ആ നമ്മോട്ട് പിടിക്കാൻ പോയെങ്കിൽ നന്നായിരിക്കും. പിന്നെ അങ്ങോട്ട് പിടിക്കാൻ പോയ 5 വയസ്സായില്ലേ? കുടുംബശ്രീ വർക്കിന് പോണം. ആ ആ അതെന്തിനാ കുടുംബശ്രീ വർക്കെന്ന് ചോരമ്മ? കുടുംബശ്രീ എന്തരി പെണ്ണുങ്ങൾ അയൽക്കൂട്ടം പോലെ ഒരു പരിപാടി ഈ പഞ്ചായത്തിന്റെ സ്ഥലമൊക്കെ പോയി അത് നമുക്ക് വരുമോ? ഇറക്കി വിട്ടുകൊടുക്കാതല്ലേ കുടുംബശ്രീ കൊണ്ടുപോയി അവര് കാണിച്ചെന്നാ അറിയാം. നിങ്ങൾ കളക്കോ? എനിക്ക് കളയ്ക്കാനും വയ്യ, എനിക്ക് അങ്ങോട്ട് കയറ്റാനും വയ്യ, എനിക്ക് നമ്മോട്ട് കയറ്റാനും വയ്യ. അയ്യോ നമ്മോട്ട് കെട്ടണമെങ്കിൽ അവ കുഴപ്പം. ഇന്നലെ പറഞ്ഞോണ്ടിയനെ ചേർക്കാൻ ഞാൻ പറഞ്ഞോണ്ടിയനെ ചേർക്കാനെ പറ്റി നിർത്തിയത്. ഓ ഞാൻ പറഞ്ഞു നിങ്ങളെ അമ്മ പറഞ്ഞ് നിങ്ങൾ ചെടി നടാത്തുണ്ടെന്ന് ചോദിച്ചു. ഞാൻ വഴക്ക് പറഞ്ഞു, എന്നെ ചെയ്യാൻ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ മോൻ പറഞ്ഞു എങ്കിൽ പിന്നെ ഇന്ന് ഞാൻ നിൽക്കാണ്. എങ്ങനെയുണ്ട്? അപ്പൊ അവനും കൂടെ ചെയ്തിട്ട് പെണ്ണുങ്ങളാണ് വെട്ടിക്കളയ്ക്കാനുള്ള ആണുങ്ങളല്ലേ വെട്ടിക്കളയ്ക്കണം. പെണ്ണുങ്ങളാവുമ്പോ കുഴപ്പമാണ്, ആണുങ്ങളാണ് വെട്ടിക്കളയ്ക്കാനുള്ള. നമ്മൾ ഇന്നലെ മണ്ണ് ഇളക്കിയിടുന്നത് കാണിച്ചിട്ടിരുന്നേ. അപ്പൊ അതിൽ ഇന്നലെ മഴ പെയ്തുകൊണ്ട് കവർപ്പേക്ക് എടുത്ത് രാത്രി ഏടിയാണ് ഇട്ടിരുന്നത്. ഏതേ മണ്ണ് ഇളക്കിയിട്ട് ഇതില് നമ്മളെ ചെടികൾ നടാൻ പോകുന്നു കേട്ടാ. ഇതില് വാങ്ങി തുടങ്ങി. റോസയാണ് ആദ്യം തുടങ്ങുന്നത്. വലിയ ബക്കറ്റിൽ നടണം, വലിയ ബക്കറ്റിൽ നടണം, വലിയ നടണം. വലിയ ബക്കറ്റ് നടണോ? ചെറിയ ആവുമ്പോ പോകില്ല. ചെടിച്ചട്ടിന്ന് പറയണ വലിയ ചെടിച്ചട്ടി നടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെടിച്ചട്ടിന്ന് പറയാറുണ്ട് വലുത് ചെറുതാവുമ്പോ പൂവാന്നും വരില്ല. ചെറുതിൽ പൂവൊന്നും വരൂലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടി തന്നെ? നമുക്ക് ഇഷ്ടമുള്ള ചെറുത്. ഏത് ചെടി ഇഷ്ടം? ഈ റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോസാ ചെടി എനിക്ക് റോസാപ്പൂ തന്നെ ഇഷ്ടം. കാട്ടുചെടി വാങ്ങാതെ റോസാ ഇത് 4 വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുത്താ എന്തരി വാടി വാടിപ്പോയി. കട്ട് ചെയ്ത് കളയാനായിരിക്കും. തലയിൽ വെച്ചാൽ അവിടെ ഇനി അടുക്കാൻ ഞാൻ അവർക്കറിയാം എവിടെ വെക്കേണ്ടതെന്ന്. നിങ്ങൾ എന്തൊരു വിചാരിച്ച ഇത് കാണിച്ചോട് പൂ വെച്ചത് കൊള്ളാമോ പിള്ളേരെന്ന് ചോര്. കൊള്ളാമോ പിള്ളേരെ? എനിക്ക് മോൻ പൂ വെച്ചെന്നും ചോര്. പൂ വെച്ചെന്ന് കൊള്ളാമോ പിള്ളേരെ? കൊള്ളാമോ ചോര്. കൊള്ളാമോ പിള്ളേരെ? ആരെങ്കിലുമൊക്കെ പിള്ളേര്, അവർക്കെല്ലാരും പിള്ളേര് എന്നല്ല. അയ്യോ 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 കൊള്ളാം.
ഈ ചട്ടി ചെല്ലമ്മ സഹായിക്കും മോനെ. ഇന്ന് നിങ്ങൾ ചെല്ല്, ചട്ടിയൊക്കെ പറക്കാൻ ചെല്ല് മോന്റെ കൂടെ സഹായിച്ചൂട്. പൂവച്ച് വെച്ചല്ലേ വാങ്ങിട്. ഇത് മതി. ഞാനും കൂടെ സഹായിക്കാം ചെറുക്കാ. സഹായിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതെ ആവേ. സഹായിക്കാം. കൊച്ചില്ലാതാവണ എന്തിന്? കൊച്ചില്ലാതാവണം. യാടെ കൊച്ചു ഞാൻ അങ്ങനെ ഏതെങ്കിലും കൊച്ചിനെ ഇല്ലാതാക്കോ? ചട്ടി കൊള്ളാമോ? കൊള്ളൂല. അത് കീറിപ്പോണം. അത് ഹോൾ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഹോൾ നമ്മൾ ഇടുന്നോണ്ടാണ് ഈ പ്രശ്നം. ഹോൾ ഇട്ടാൻ വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓടാണ് പൊട്ടിച്ചിടേണ്ടത്. ചട്ടി കൊണ്ടുപോയി കുറച്ച് തല്ലി എടുത്ത് നിന്നാ പോരെ. വെള്ളേ അടിയിൽ താന്ന് പോവാൻ മനസ്സിലായി. ഓട് ചുവലൊക്കെയാണ് പൊട്ടിച്ച് ഇടേണ്ടത്. ഈ ചല്ലിയൊക്കെ അവരിക്കൊണ്ടിരുന്ന എന്തിനാ? എല്ലാം താന്ന് പോവാനായിട്ട് ആദ്യമായിട്ടുള്ളത് കുറച്ചടിയിലത്തെ മണ്ണ് കളഞ്ഞിട്ട് അതിന്റെ വേര് കാണത്തക്ക രീതിയിലാണ് സെറ്റാക്കുന്നത്. കുറച്ച് മണ്ണ് പഴയ ഇതിനകത്ത് നിൽക്കില്ലേ, ആ മണ്ണ് താണ്ട് ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞിട്ട് ഈ വേര് താഴെ ഈ വേര് കണ്ടല്ലോ, ഈ വേര് ഈ മണ്ണിൽ വരെ വഴത്തക്ക രീതിയിലാണ്. കുറച്ചും കൂടി മണ്ണ് മാറ്റിയിട്ട് പോരായിരുന്ന കാര്യം. ഇത് നമ്മൾ പിന്നെ മണ്ണ് ഇടേണ്ടി വരും, മണ്ണും വളവും. കുറച്ച് മണ്ണ് മാറ്റി കാര്യം എന്നറിയോ? ഇവിടെ പെണ്ണേ പാട്ടയാക്കണ പാട്ട് കൊണ്ട് അവിടെ മണ്ണന്തല ഉത്സവത്തിന് പാട്ടിട്ടിരിക്കുന്നു. അന്നതല ഉത്സവം തീർന്നല്ലേ? തീർന്നില്ല, ഇന്നാണ് വേട്ട. ഇന്ന് വേട്ടയാണല്ലേ? ഇന്ന് വേട്ടേ? ഓ, ഇന്ന് വേട്ടയാണ്. ഇത് വയറിങ് ചെയ്തേക്കണത് അവിടുത്തെ വേട്ടയാണോ കൊണ്ടുപോകണേ? കൊണ്ടുപോകേണ്ടത് താഴെ തന്നല്ല. ഓ, നമ്മളെ നടയെ കൂടെ അല്ലേ പോണ. നീ എന്നെ ആരും കണ്ടില്ലെന്ന് പറയൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചേട്ടൻ വന്നോണ്ട് ഞാൻ വിളക്കെത്തിച്ച് വെച്ചിട്ട് പോവാ. വിളക്കെത്തിച്ച് വെച്ച് പോവാം. ഞാൻ റെസ്റ്റ് അങ്ങനെ കൊണ്ട് ചോദിക്കും. ഇന്നലെ ശോഭന നേരത്തെ ചോറൊക്കെ നേരത്തെ വെക്കണം. ചെറുക്കൻ ചേട്ടൻ ഞാനും കരുതി വെക്കണം. ചോറും കറിയൊക്കെ നേരത്തെ വെക്കണം. ഞാൻ എല്ലാം വെച്ചല്ല. എനിക്ക് ഉച്ചക്ക് ചോറും വേണ്ട, ചായ മതി. അത്രയും പൊത്താ അത്ര കളയും. റോസപ്പൊന്നി എവിടെയില്ല നടന്നു തന്നെ. എന്നിട്ട് കിട്ടിയില്ലേ? എന്നിട്ട് കിട്ടിയില്ല. ഇപ്പൊ ആരും തരിയില്ല. പണ്ടൊരു റോസാപ്പൂവിന് അലഞ്ഞു നടന്ന ആരും കൊടുക്കാൻ ആർക്ക് കൊടുക്കാനെന്ന് റോസാപ്പൂ നമുക്ക് തലയെ വെക്കുന്ന റോസാപ്പൂവാണ്. പല വയ്ക്കൂല. ഓ, പണ്ട് റോസാപ്പൂ ഒക്കെ ഒരു സൈഡിൽ വെച്ചോണ്ടല്ലേ പോണ. കൈ വെച്ചേക്കുവായിരുന്നു. മകളിൽ പോയി എടുക്കണം. അത് തന്നെ, മുണ്ടും തുണ്ടൊക്കെ എടുക്കാൻ പറ്റണ നിങ്ങൾക്ക് റോസാപ്പൂ എടുക്കാൻ പറ്റാത്ത. അയ്യോ അയ്യോ. ആരെ വീട്ടിൽ പോയി എടുക്കാൻ? ആരെങ്കിലൊക്കെ വീട്ടിൽ പോയി എടുക്കണം. ഒരു തരവും കഴിയില്ല. പിന്നെ അവരെ വീട്ടിൽ പൂ വയ്ക്കുന്നത് നിങ്ങൾക്ക് തരാൻ ജോലിക്കൊന്നും പോട്ടെ? ജോലിക്ക് പോയില്ല, ഇന്ന് ലീവ്. ഇന്ന് ലീവെന്ന്. അവധി ലീവല്ല, അവധി. അവധിയാറ്റി നിക്ക. നാളെ ഉണ്ടാ? നാളെ പോണം. നാളെ പോണം. എല്ലാരും വെള്ളാറ്റി തന്നെ. എന്റെ അടുത്ത് അടി കൂടാല്ലോ. രസം തന്നെ, അടി കൂടാല്ല. മൂട് ഉറച്ചു പോയി.
പോയാ കുഴപ്പമില്ല. ഇതിന്റെ വേര് ചെറിയ മണ്ണോടുകൂടി വെക്കണ്ട. അത് താഴ്വേര് ഇതിന് പിടിക്കാൻ കണക്കാക്കി വെക്കണം. മനസ്സിലായില്ലേ? മൺവെട്ടിക്ക് മണ്ണ് കോരിയിട്. ഞാൻ നടണോ? മൺവെട്ടിക്ക് ഒരു മൺവെട്ടിയും കോരിട്ടാ മതിയല്ല. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോവേയില്ല. കരിയാതെ സെറ്റാക്കി എടുക്കുന്നില്ല. പട്ടികളെയൊക്കെ വളർത്തണ എന്തെങ്കിലും കരിയൊക്കെ തിന്നാൻ കൊള്ളാം. ആവശ്യമില്ലാത്ത കാര്യം. ആ പട്ടികളെയൊക്കെ കൊണ്ട് എന്തിനാണ് ഉപയോഗം? ആളാണെങ്കിൽ കൊള്ളാം. ആൾക്കാരെ കൊണ്ട് എന്തൊരു ഉപയോഗം നിങ്ങൾക്ക്? ആൾക്കാര് ആണെങ്കിൽ കൊള്ളാം. എന്താണ് കൊള്ളാം? പട്ടികളെ ഇനി എന്തെന്ന് കൊള്ളാം? ആൾക്കാർക്കും എന്തൊരു ഉപയോഗം അമ്മ നിങ്ങൾക്ക്? ആൾക്കാർക്ക് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ആരെ നോക്കിക്കൊണ്ടിരിക്കും? എല്ലായിടത്തും ആളിയായി നോക്കിക്കൊണ്ടിരിക്കും. വീട്ടിൽ ആൾക്കാർ വീട്ടുകളിൽ ആര് നോക്കും നിങ്ങളാ? ആളുകളി നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അവര് വീട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കും. ന്യായം. അവരവരവരുടെ വീട്ടിൽ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളവിടെ നമ്മൾ കഥ അടച്ചിട്ട് പോവും. തുറക്കണം. ഇവിടായിരിക്കണ വന്നതിന് ശേഷം തുറക്കണം. തുറന്നതായിട്ട് അമ്പലത്തിൽ ആഹാരമൊന്നുമില്ലേ? ഉണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് പോയി കഴിച്ചല്ല. ഇനി മെനിഞ്ഞാന്ന് പയ്യ കഴിച്ച. ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല. ഞാൻ പോയില്ല. പണ്ട് പോവായിരുന്നു. പണ്ട് പോവായിരുന്നു. ഇപ്പം പോവൂല. പണ്ട് പോവാത്ത എവിടെയെങ്കിലും ഉണ്ടോ അമ്മ നിങ്ങള്? ഈ ഒരിടത്തും ഇല്ല. എല്ലായിടവും പോവോ? എല്ലായിടത്തും പോരും. അപ്പൊ ആരും ചോദിക്കൂലേ എവിടെ പോണെന്നൊന്നും? ആരും ചോദിക്കൂല. നിങ്ങൾ പറയണേട്ടാ. ചോദിച്ചാ പിന്നെ അടുത്ത അവരെ വീട്ടിലായല്ലേ? ആരും ചോദിക്കല്ലേ? ആരും ചോദിക്കൂലേ അമ്മ എവിടെ പോണെന്ന്? ആരും ചോദിക്കും എവിടെ പോണെന്ന് കേൾക്കും. ഞാൻ പറയാം കോവില് പോണം. പിന്നെ അവരങ്ങ് പോകും. നമ്മളെന്താ എല്ലാ കോവിലും നേരം പോവും. ആരമ്മ? ടീച്ചർക്കായി. തന്നെ? ആ പണ്ട്. ആ ഞാൻ ചെറുക്കൻ്റെ അടുത്തേക്ക് അടിക്കും. ചെറുക്കൻ എല്ലാ കോവിലും പോവും. എല്ലായിടത്തും പോയി വാങ്ങിച്ചു വരും. നിങ്ങളൊന്നും കൊടുക്കൂലേ? ഞാൻ ഒന്നും കൊടുക്കില്ല. പിന്നെ അറിയാം. എനിക്ക് ഒന്നും ഇല്ലല്ലേ. നിങ്ങൾ കൊടുക്കാത്തോണ്ടല്ലേ തിന്നാൻ പോയത്. ഈ ചെറുക്കനും വീട്ടിൽ വ്യാപിക്കുന്ന ഒന്നും തിന്നില്ല. വീട്ടിൽ എന്തിനു വേവിക്കും? വീട്ടിൽ നമ്മൾ അരിയിട്ട് വ്യാപിക്കണ ചോറ് കൂട്ടാനും ഒന്നും കൂട്ടൂല. അത് കുറ്റം. കുറ്റമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര വയസ്സിലമ്മ? 3 വയസ്സില്. കുറ്റമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതോടുകൂടി വേണ്ടത്. 3 വയസ്സ് ഞാൻ ഞാൻ പറഞ്ഞ എന്റെ പാലിനെ കുറിച്ച് നിനക്ക് പറയാം. നീ ആൺകുട്ടിയാണ്. ഞാൻ പാലും എനിക്ക് പിറ്റും ചോരവും കൂടെ കൊള്ളാന്. പിറ്റു തന്നെയാണ്. ജാഗം തകർച്ചോളം വരും. നിനക്കും കൂടെ ഇതുകൊണ്ടായാ പിന്നെ എന്നെ കൂടെ സാധിക്കില്ല അന്വേഷിക്കാൻ. അതുകൊണ്ട് ഞാൻ പാലും തരില്ല. നിനക്ക് കുടിക്കാൻ കുപ്പി പാല് വാങ്ങിച്ച് അടച്ചേരും. അത് വാങ്ങി കുടിച്ചോളും. അല്ലെങ്കിൽ ഞാൻ പാല് വാങ്ങിച്ച് കാച്ചി ഇട്ട് പഞ്ചായത്ത് കൊടുക്കണം. 3 വയസ്സില്. അല്ല ഇല്ലാത്തത് പറയരുത്. ഞാൻ പാലും കൊടുക്കില്ല. എന്നിട്ട് പറഞ്ഞത് ഞാൻ പാല് കുപ്പിയിൽ അടച്ചു കൊടുക്കുന്നു. ഏത് കുപ്പിയാണ്? എന്റെ പിള്ളേരിലാണ് കുപ്പിയാണ്. കുപ്പി പാലൊന്നും കുടിക്കില്ല. കുപ്പിയിൽ നിങ്ങൾ പാലടച്ചു കൊടുത്താ? അത് കുപ്പി പാലൊന്നും കുടിക്കില്ല. ഒരു ദിവസം എന്റെ പറഞ്ഞു കുപ്പി പാല് എനിക്ക് അടച്ചു. ഞാൻ കുപ്പി പാലിന് കുടിക്കില്ല. അത് വേണമെങ്കിൽ അവര് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് അമ്മമ്മ കൊടുക്കണത് നിങ്ങൾ പിടിച്ചു വാങ്ങിച്ച് കുടിക്കുന്നാണ്. ഞാൻ കുടിക്കില്ല. ഞാൻ കുടിക്കൊന്നുമില്ല. എനിക്ക് ഓരോരോ പാല് വാങ്ങിച്ച് കാച്ചി കുടിച്ചൂടെ. അപ്പൊ പിന്നെ ഞാൻ കുപ്പിപ്പാൽ ആര് കൊടുക്കണം? കുടിക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ വാങ്ങിക്കുകയില്ല. അമ്മ നിങ്ങൾ മോന് കുപ്പിപ്പാല് കൊടുത്തായിരുന്നു? ആ
കുപ്പിപ്പാല് ഒരു ദിവസം കൊടുത്തു. ഒരു ഒരു ദിവസം കൊടുത്തപ്പോ അവൻ കുടിക്കില്ല. ഒരു യോജിക്കില്ലാതെയാണ് പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് കുപ്പിപ്പാല ഒരു തന്ന എനിക്ക് പാലേ കണ്ടിട്ടില്ല, പിന്നെയാണ് ഞാൻ കുപ്പി കാണുന്നത്. പിന്നെ അമ്മ പിന്നെ പാല് ഈ ഓഫീസിന്റെ രോഗം കൂടെ വരുന്ന കൊണ്ടാവാ ഇവന് പാല് കൊടുക്കാൻ പറ്റൂ. ഇവനും കൂടെ ഉണ്ടടിച്ചിട്ട് വീഴണമെങ്കിൽ പിന്നെ പിടിച്ചാക്കാൻ പറ്റുന്നുണ്ടാ അവനെ കൊണ്ട് സാധിച്ചു പോകും. അതുകൊണ്ട് കൊച്ചിനെ പിടിച്ചിളക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് സാധിക്കില്ല. വലുതായാലും നിങ്ങൾ പ്രസവിച്ചോടനെ ഇത്തിരി പാല് കൊടുക്കായിരുന്നു. ഞാൻ പ്രസവിച്ചപ്പോഴും പാല് കൊടുത്തു. പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കൊടുത്തില്ല ഫിക്സ് വരും. എന്റെ പാലം ഉണ്ടായിരുന്നു, ഞാൻ ഇവന് കൊടുക്കില്ല. കൊടുക്കില്ല. അതെന്ത് കൊടുക്കാത്ത? കൊടുക്കാത്ത എന്റെ രോഗം ഇവന് വാവനം. അതുകൊണ്ട് അതോടുകൂടി പാല് വരും. പാലില്ലാത്ത പിന്നെ ഇങ്ങനെയല്ലേ സംഭവിച്ചത്? അത് ആ ചെട്ടി തന്നെ ഇരിക്കട്ടെ. അതിന് കുഴപ്പമില്ല. ഇരിക്കോ? മതിയാ? എന്ത് വലിയ ചെട്ടി വേണ്ടേ? അതിന്റെ കമ്പുകൾ വെട്ടി കോതി വിട്ടു കൊടുക്കാം. മനസ്സിലായില്ലേ? ഉറപ്പിക്കല്ലേ, ഒരുപാട് ഉറപ്പിച്ചാൽ അത് വെള്ളം ഇറങ്ങി പോവില്ല. എന്നിട്ട് നിങ്ങളെ പറ, പാലിന്റെ അതോ പറ. കൊള്ളാം, നല്ല രസമുണ്ട് കേൾക്കാൻ. പല്ലുകൊണ്ട് കൊടുക്കും. അപ്പൊ ഞാൻ കൊടുക്കില്ല. കൊടുക്കരുത്. കൊടുക്ക ഈ രോഗം കൂടെ ആയാ പിന്നെ കണ്ണു പഠിച്ച എന്നെ കൊണ്ട് സത്യടിച്ച. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അമ്മയും അപ്പൂപ്പനും ഒന്നും പാല് കൊടു പെണ്ണേന്നൊന്നും പറയൂലേ? അമ്മ അറിയും പാല് കൊടുക്ക പറയും. ഞാൻ പാല് കൊടുത്താ ഈ ചെറുക്കന് പാല് കൊടുക്കൂലേ. ചെറുക്കന്റെ സ്വഭാവം അങ്ങനെ അതാണ് ജനിച്ചപ്പോഴേ കൊച്ചിന്റെ സ്വഭാവം അങ്ങനെയല്ലായിരുന്ന. ഞാൻ പാല് കൊടുക്കില്ല. പിന്നെ എന്നിട്ട് പിന്നെ എന്തിനായമ്മ? അവര് കുപ്പി കാല് വഞ്ച് അടച്ചു കൊടുത്തു കൊടുക്കും. അമ്മൂമ്മയാ? അമ്മയാ? ക്രെഡിറ്റ് അടിക്കാൻ നിൽക്കുന്നുണ്ട്. അമ്മൂമ്മ തള്ളയാണ് ഓടി കടന്ന് പിന്നെ ഇടുക്കി തട്ടിയ വളർത്തിയത്. എന്നിട്ട് അവര് നൈസാന്ന് ക്രെഡിറ്റ് അടിക്കണോ? ഇടുക്കി തട്ടിയെന്ന്. അതെന്ത് ഇടുപ്പിൽ ഇങ്ങനെ എടുത്തോണ്ട് നടന്നത് അമ്മൂമ്മ തന്നെ? അമ്മ അവര് ഉണ്ടാകും. എനിക്ക് അവര് വാങ്ങിച്ച് തരണതും കൂടെ അവര് വാങ്ങിച്ച് തട്ടും. എന്നിട്ട് പറയണത് അമ്മുമ്മ പലഹാരം വാങ്ങിച്ചോണ്ട് വരുമ്പോ നിങ്ങളെടുത്ത് വാങ്ങിച്ചു ഉള്ളി കടയിൽ ചെന്നിട്ട് ചായയും കുടിച്ചിട്ട് പറയുന്നത് ഉള്ളി കടയിൽ നിന്ന് ചായയും കുടിച്ച് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞാ വാങ്ങിച്ചോണ്ട് അവര് പലഹാരം വാങ്ങിച്ചോണ്ട് വന്ന് കൊടുക്കണം. അപ്പൊ അത് നിങ്ങൾ പിടിച്ചു വാങ്ങിച്ചില്ലോ? ഞാൻ പിടിച്ചു വാങ്ങിച്ചു. ഞാൻ ഇവിടെ വായി നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് അവരെ ഇടുപ്പിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്നത് പതുക്കെ നൈസ അവര് വാങ്ങും. രാവിലെ എന്നിട്ട് പറയണത് ഞാൻ വളർത്തി വലുതാക്കിയത്. അവരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവരെ ഓട്ടിച്ചിട്ട് പുറം അടിച്ചു പൊട്ടിച്ച ഈ ഇത് വെച്ചന ചൂട് വെച്ചന. അവരില്ലാത്തോണ്ട് പിന്നെ അവർക്ക് ധൈര്യമായിട്ട് പറയാം. അവരില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നല്ലേ? അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളെ മോൻ മിച്ചം കാണുമായിരുന്നാ? അവരില്ലായിരുന്നെങ്കിൽ മിച്ചം കാണൂലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തേനാ? അവരും കൂടെ കൊണ്ട് അടിച്ചു കൊടുന്നേ. നിങ്ങളാ? നിങ്ങൾ അത്ര അടി അടിക്കുമായിരുന്നാ? കൊള്ളാം എന്റെ ശോഭനെ, കേക്കാൻ രസമുണ്ട്. ഞാൻ ഭയങ്കര അടിക്കുമായിരുന്നാ? എങ്ങനെ അടിക്കണ? തലവത്താനം ആദ്യം അടിക്കും. പേരക്കമ്പ് വെട്ടിയത് ഇവിടെ ഒരു പേര രണ്ടു പേരമരമുണ്ട്. പേരക്കമ്പ് വെട്ടി ഓടിയുന്നത് വരെ അടിക്കും തന്നെ. ഞാൻ ഇവിടെ മുഴുക്ക വിളിച്ചുകൊണ്ട് കിടന്നു. ആരും പിടിച്ചു മാറ്റാ വരൂലേ? പിന്നെ ആര് വരായിരിക്കുന്നു? വന്നിട്ട് അവർക്ക് പിന്നെ അവർക്ക് കിടന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ പിള്ളേരെ വല്ലതും അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതേനല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ അടികളെല്ലാം ഉപകാരപ്പെട്ടു. ഇന്നത്തെ കുട്ടികളെ ഇങ്ങനെയൊന്നും തൊടാൻ പറ്റൂല. അതിനനുസരിച്ച് പ്രശ്നങ്ങളും സമൂഹത്തിൽ ഓരോരോ പ്ലസ് 2 9ാം ക്ലാസ്സിലാവുമ്പോഴേ തുടങ്ങും. 9ാം ക്ലാസ് ആവണ്ട, 9ാം ക്ലാസ് വരെയും പോകണ്ട.
ഇതിനുള്ളിൽ തന്നെ ഓരോ കുട്ടികളും പ്രശ്നങ്ങളല്ലേ, സൈബർ കുറ്റങ്ങളും ഓരോ കാലഘട്ടം അത്ര തന്നെ. ഏ ഞാൻ അടിച്ചോണ്ട് നന്നായിട്ട് കിടക്കണം. തന്നെ ആ അല്ലാതെ അല്ലെങ്കിൽ ആൾക്കാരെടുത്ത് പോവായിരുന്നു. ഹോമിക്കൊണ്ടിട്ടോണ്ടല്ല ആൾക്കാരെടുത്ത് ഹോമിക്കൊണ്ടിട്ടോണ്ടല്ലേ അമ്മ ജീവനോടെ കിടക്കണത് അല്ലേ? അയ്യോ അയ്യോ, എത്ര വയസ്സിലമ്മ നിങ്ങളെ മോനെ 3 വയസ്സ് ഹോമിൽ കൊണ്ടാക്കിയത്? 4 വയസ്സ്. 4 വയസ്സൊന്നുമല്ലല്ല വലിയത്. നിങ്ങളെ അമ്മൂമ്മ മരിച്ചിട്ട്, നിങ്ങളെ അമ്മ മരിച്ചിട്ടല്ലേ ആക്കിയത്? നിങ്ങളെ അമ്മ മരിച്ചപ്പോ നിങ്ങളെ മോന് 6 വയസ്സുണ്ടല്ലോ. ഇവനും 4 വയസ്സായി. അല്ല, 6 വയസ്സുള്ളപ്പോഴാണ് നിങ്ങളെ അമ്മ മരിച്ചത്. നിങ്ങളെ മോന് 6 വയസ്സുള്ളപ്പോ. വയസ്സൊന്നും ഓർമ്മയില്ല. അമ്മുമ്മ മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോ അപ്പൂപ്പനും നിങ്ങളുടെ അപ്പൂപ്പനും മരിച്ചു. നിങ്ങളെ അമ്മ മരിച്ചു 1 വർഷം കഴിഞ്ഞപ്പോ അപ്പൂപ്പനും മരിച്ചു. അതുകൊണ്ട് അവിടെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടു. വലിയ ചട്ടിയാ? ഏത് വലിയ ചട്ടി? നോക്കി ഇവിടെ കുഴിയെടുക്കണ പേരൊക്കെ എടുത്ത് വെക്കേ. ഇത്രയും പോലെ കായ്ക്കോ? നിക്കണത് അതില് ഇപ്പൊ ഉണ്ട് കൊണ്ട് പറിക്കാറായില്ല. പറിക്കാതെ ആയില്ല. ചെറു 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 ചെറിയെന്ന് പറിക്കണേ. വേണ്ട കാണിക്കണേണ്ട. ഞാൻ കൊണ്ട് കൊടുക്കാം. ചെറുക്ക അതാണ് മണ്ണിളക്കം കുറവാണ്. കാര്യം തറ കട്ടാൻ തറയായി കിടന്നിട്ട് 2 ദിവസം കൊണ്ട് മഴ നനഞ്ഞില്ലേ ഉള്ളൂ. മതി. തെറ്റിപ്പൂ വായിക്കേ. ഭ്രാന്തോ? തെറ്റിപ്പൂ വായിക്കേ. തെറ്റിപ്പൂവാ ചട്ടിയിലേക്ക്? ആ ചട്ടിയിൽ വെച്ചാൽ. ഈ ചട്ടിയല്ല അമ്മ, വലിയ ചട്ടിയാണ്. വലിയ ചട്ടിയാ? അത് വാങ്ങിക്കാ കിട്ടുമോ? ഓ, അതൊന്ന് കിട്ടും. എന്ന് കിട്ടണ? അത് പോയി വാങ്ങണം, ചാലയിൽ പോയി വാങ്ങണം. ചാലയെ പോണോ? ചാരിക്കടയെന്ന് കാണൂല്ലേ? വിലയായിരിക്കും. ചാലയിലാകുമ്പോ വില കുറച്ച് കിട്ടും. ചാരിക്കട ചോദിക്കാൻ അറിയാം. വേറൊക്കെ വിലയാണ് ഞാൻ ചോദിച്ചു. പേരിക്കട വിലയാണോ? ഓ, പേരിക്കട എന്ന് വാങ്ങിക്കാം. ചാലയിലൊക്കെ പോണ നേരത്തെ പേരിക്കടയെന്ന് വാങ്ങിക്കാം. നിങ്ങളെ മോൻ പോയി വാങ്ങിച്ചോളൂ. മതിയാക്ക് ഇറക്ക ഇടിയോളാ. മതിയാക്ക് ഇടിയല്ല ചുമ്മാടുന്ന വയറ് ഓടണ. തെണ്ണുണ്ട്, ചെറ്റ വയറിന് തെണ്ണുണ്ട്. എണ്ണ എന്തൊരു പൊട്ടിക്കണ? ഇത് ചാണകപ്പൊടി വേണോ? ചാണകപ്പൊടിയോ? അതെന്തിനി? അത് ഇതിന് വളമായിട്ട് ഇടുന്നത്. എന്നാലേ ഇതല്ലേ ഈ പെണ്ണ്? ചാണകപ്പൊടിയല്ലേ? ചാണകപ്പൊടിയൊക്കെ ഉണ്ട്. ഓ, നല്ല വളം വേണ്ടേ? നമുക്കറിഞ്ഞൂടാ. ചാണകപ്പൊടിയൊക്കെ ഉണ്ടെന്ന്. ചാണകം ഉണക്കിയേ, പശുവിന്റെ ചാണകം ഇല്ലേ, അത് ഉണക്കി സെറ്റാക്കി എടുക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. എനിക്ക് എന്തിനാ അറിയാം. ഉച്ചക്കല്ലേ കുളിക്കാം? മണി 3 ആയി. മണി 3 ആയ? ഓ, ഞാൻ ഉച്ച. പള്ളിക്കൂടം മട്ടിയിലല്ലേ 20? പള്ളിക്കൂടം വിട്ട് 4 മണിക്കല്ലേ കൊച്ചു വരുള്ളൂ.
ഞാൻ എനിക്ക് എന്ന് കുളിക്കാൻ എന്നെ എടുത്ത് അയച്ചും കൊണ്ട് എന്ന് കുളിക്കാൻ പാടുണ്ടോ അപ്പൊ ഈ വീണിട്ട് വെള്ളം പറ്റി ആ പോണി നിറച്ചു വച്ച് വെള്ളം കൊരുവീച്ച് കുളിക്കും ഇതെന്തരിക്കാ ഇത് ചകിരിച്ചോറ് ആണെങ്കിൽ ഇപ്പൊ ചോദിക്കുക അത് ചോറ് കുറച്ച് ചോറ് എനിക്ക് ഇനി പാത്രത്തിൽ താ അങ്ങനെയല്ലേ ചോദിക്കണ്ട അങ്ങനെ ഇന്നലെ പെണ്ണ് കൊടുത്ത ഇതല്ലേ അവള് ഇതൊക്കെ എടുത്താ അവള് ഇതൊക്കെ എടുത്താന്നേ ആ ഞാൻ കൊണ്ടുവച്ചിരുന്നതല്ല ആ ചോദിക്കാത്തന്ന് ഞാൻ കൊണ്ടുവച്ചു കൂട്ടിയില് കൊണ്ടുവച്ച് കൂട്ടിയില് കൊണ്ടുവച്ച് കൂട്ടിൽ കൊണ്ടുവച്ചാ ആ ഞാൻ ഇല്ലാത്തപ്പോ ഞാൻ വാങ്ങുന്ന സാധനങ്ങളൊക്കെ എടുക്കണ എന്തെന്ന് നിങ്ങൾ ചോദിക്കാത്തത് നീ അറിയാതെയാണ് ആ പെണ്ണെടുത്തത് നിങ്ങൾ ചോദിക്കാത്തത് അത് ഞാൻ അറിഞ്ഞിട്ട് എന്നെ ഇതൊക്കെ എടുക്കണമെന്ന് ആ അവൻ അറിയാതെയാ നീ എടുത്തത് ഓ അവ അറിയാതെ അങ്ങനെ എടുക്കാൻ പാടില്ല പാടില്ലേ ആ എന്നിട്ട് ഈ പറയണ ആള് ചെയ്യണതാ ഞാൻ അങ്ങനെ എടുക്കൂല എടുക്കൂല ആ നല്ല ആള് ആ ചോദിക്കും ആരോടാ ചോദിക്കും ആ അവനോട് ചോദിക്കും യാവന്റെ കൂടാ ആ കൊണ്ടുവച്ചേക്കണം അവരോട് എന്നിട്ട് ഇന്നേ വരെ നമ്മളൊന്നും ചോദിച്ച് കേട്ടില്ലല്ല ചോദിച്ചോണ്ടേ എടുക്കുള്ളൂ നല്ല ആള് തുണിയനൊക്കെ സോപ്പ് വെക്കുമ്പോ സോപ്പ് കാണൂല ചോദിച്ചാ എന്തിനാണ് ഇത്? മറ്റേ പേരിന്റെ ഭാഗേ മറ്റേ ഇതേ ഉം. ചിലപ്പോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്തിനുണ്ടായിരുന്നു മറ്റേ അതല്ലേ നിങ്ങളോട് ഞാൻ അധികം കൂടി എടുക്കല്ലെന്ന് പറഞ്ഞത് മതി ഇത് മതി ഒഴിക്കുമ്പോ ഇരിക്കും ആ വെള്ളം ഒഴിക്കുമ്പോ ഇരിക്കും അല്ലേ പറ വെള്ളം ഒഴിക്കുമ്പോ ഇരിക്കും കുറച്ചുകൂടെ പൊക്കി വെക്കണം. വേണ്ട വേണ്ട അയ്യോ വേണ്ട റോസ അതല്ല ഇത് കൊള്ളാമോ പിള്ളേരെ നമ്മുടെ ചെടിച്ചട്ടികളെന്നൊക്കെ ചോര് നമ്മളെ പിള്ളേരെ കൊള്ളാമോ നമ്മളെ പൊടിച്ചേറ്റിയ അയ്യോ എന്താ പൊടിച്ചേറ്റിയത് കൊള്ളാമോ പിള്ളേരെ എന്റെ ചെടിച്ചട്ടി എന്ന് പറയാനേ ഞാൻ പറഞ്ഞോളൂ മനസ്സാ വാച കർമ്മണ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിള്ളേരെ കൊള്ളാമോ പൂച്ചാട്ടികള് നിങ്ങൾ ഏറ്റെടുത്തോണം എന്റെ പൂച്ചാട്ടികള് കൊള്ളാമോ പിള്ളേരെ എന്റെ അങ്ങോട്ട് ചോര് അപ്പൊ എന്റെ പിള്ളേരെ എന്റെ പൂച്ചാട്ടിയെ കൊള്ളാമോ ആ കൊള്ളാം കമന്റ് ചെയ്തേക്കണേന്ന് പറ കമന്റ് ചെയ്തിരിക്കണേ ആ ഇനി ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണമെന്ന് പറ ലൈറ്റ് ചാരൊക്കെ ചെയ്യണം ആ അപ്പൊ ടാറ്റ പറ ടാറ്റ